ട്രംപിന്റെ നയങ്ങളോട് എതിർപ്പുള്ള പലരുമുണ്ട്. ട്രംപിനെ ചേർത്ത് പിടിച്ചിരുന്ന രാജ്യങ്ങളിൽ പലരും ആശങ്കയിലാണ്. പക്ഷേ ട്രംപിന് വോട്ട് ചെയ്ത അമേരിക്കക്കാർ ഇതുവരെയുള്ള നിലപാടിൽ സന്തുഷ്ടരാണ്. മെക്സിക്കോയും കാനഡയുമാണ് അമേരിക്കയുടെ രണ്ടയൽ രാജ്യങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുമാണ് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന 40% ഉൽപ്പന്നങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങൾക്കും ട്രംപ് കഴിഞ്ഞ ദിവസം 25% താരിഫ് ഏർപ്പെടുത്തി, അധിക താരിഫ് ഏർപ്പെടുത്തി. എന്ന് വെച്ചാൽ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അവിടെ എത്തുമ്പോൾ കൊടുക്കേണ്ടതിനേക്കാൾ 25% കൂടുതൽ വില കൊടുക്കണം. അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ എത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കും അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയച്ച് ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല. രണ്ട് രാജ്യങ്ങളും പ്രതിഷേധിച്ചു, പിണങ്ങി. അമേരിക്കയുടെ ഫ്യൂഡലിസ്റ്റ് മനോഭാവമാണ്, ഈ ബുള്ളിയിങ്ങിന് ഞങ്ങൾ നിന്ന് തരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ കാര്യം പിടികിട്ടി. ട്രംപിനോട് കലഹിച്ചതുകൊണ്ടോ ഭിന്നിച്ചതുകൊണ്ടോ അമേരിക്ക വെല്ലുവിളിച്ചതുകൊണ്ടോ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെ ഏർപ്പെടുത്തിയ 25% താരിഫും ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ 10% താരിഫും അത് ലോകക്രമത്തെ ബാധിക്കുമെന്നും നാളെ ഇത് ഇന്ത്യക്കും ബാധകമായേക്കുമെന്നും അമേരിക്കയുടെ ഭാവിയെയും ലോക വിപണിയെയും ബാധിക്കും എന്നുമൊക്കെ ആശങ്കപ്പെട്ട ആളുകളിലാണ് ഞാനും. പക്ഷെ ഇന്നലെ ഞെട്ടിച്ചുകൊണ്ട് നാടകീയമായ ചില നീക്കങ്ങൾ ഉണ്ടായി. രണ്ട് രാജ്യങ്ങളും അമേരിക്കയും മെക്സിക്കോയും ഉപേക്ഷിച്ച് വഴങ്ങി എന്നതാണ് പ്രധാനപ്പെട്ടത്.